ഹലോ, എല്ലാവർക്കും സിയോന LP UP ക്രാക്ക് PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നുള്ള ഒരു ചോദ്യം ചോദിക്കാം. പ്രയുക്ത മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടാത്തത്: ചികിത്സാ മനഃശാസ്ത്രം, വിദ്യാഭ്യാസ മനഃശാസ്ത്രം, അപസാമാന്യ മനഃശാസ്ത്രം, കുറ്റകൃത്യ മനഃശാസ്ത്രം. ഏതാണ് ശരി? കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മനഃശാസ്ത്ര പഠന രീതികൾ, മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെയാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ വ്യവഹാരത്തെയാണ് പഠിക്കുന്നത്. ആ പഠിക്കുന്നതിന് വിവിധ മനഃശാസ്ത്ര പഠന രീതികൾ ഉപയോഗിക്കുന്നു. ആ പഠന രീതികൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ആത്മനിഷ്ഠ രീതി, ഇൻട്രോസെപ്ഷൻ മെത്തേഡ്; നിരീക്ഷണ രീതി, ഒബ്സർവേഷൻ മെത്തേഡ്; പരീക്ഷണ രീതി, എക്സ്പെരിമെന്റൽ മെത്തേഡ്; അഭിമുഖം, ഇന്റർവ്യൂ; സർവേ രീതി, സർവേ മെത്തേഡ്; ക്ലിനിക്കൽ രീതി, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയില്, ചോദ്യാവലി, ക്രിയാ ഗവേഷണം, സാമൂഹ്യമിതി, പ്രക്ഷേപണ രീതി, സഞ്ചിത രേഖ, ഉപഖ്യാന രേഖ എന്നിവയാണ് മനഃശാസ്ത്ര പഠന രീതികളിൽ വരുന്നത്. നമുക്കത് എന്തൊക്കെയാണെന്ന് പഠിക്കാം. ഇൻട്രോസെപ്ഷൻ മെത്തേഡ്, ആത്മനിഷ്ഠ രീതി അല്ലെങ്കിൽ ആത്മപരിശോധനാ രീതി. ഈ ഇൻട്രോസെപ്ഷൻ എന്ന വാക്കുണ്ടായത് ഇൻട്രോ, സ്പേസസ് എന്നീ രണ്ട് ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ്. ഒരാൾ സ്വന്തം മാനസിക അവസ്ഥയെ, മാനസിക പ്രതിഭാസങ്ങളെയും മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് വിവരിക്കുകയും വിശകലന വിധേയമാകുകയും ചെയ്യുന്ന രീതിയാണ് ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത്. ഈ ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ സ്വയം പഠിക്കുന്നു. ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ സ്വയം പഠിക്കുന്നു. അതിൽ ചിന്തകൾ, വികാരങ്ങൾ, ഉത്കണ്ഠകൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ തുടങ്ങിയവയാണ് ഈ മാനസിക പ്രതിഭാസങ്ങൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത് ഏറ്റവും പഴക്കം ചെന്ന പഠന രീതിയാണ്. ചീപ്പസ്റ്റ് മെത്തേഡാണ് ഈ ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രധാന വക്താവ് വില്യം വൂണ്ടാണ്. നിരീക്ഷണ രീതി അഥവാ ഒബ്സർവേഷൻ മെത്തേഡ്. സ്വഭാവ പഠനത്തിന്റെ ആദ്യകാല രീതിയായിരുന്നു ഈ നിരീക്ഷണ രീതി എന്ന് പറയുന്നത്. നിരീക്ഷണ രീതിയിൽ ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ തത്സമയം നേരിട്ട് നിരീക്ഷിക്കുന്നു. നിരീക്ഷണ രീതി 4 തരത്തിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രത്യക്ഷ നിരീക്ഷണം, ഡയറക്റ്റ് ഒബ്സർവേഷൻ. പ്രത്യക്ഷ നിരീക്ഷണം എന്ന് പറയുന്നത് നിരീക്ഷണ രീതിയിൽ ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ തത്സമയം നേരിട്ട് നിരീക്ഷിക്കുന്നു. അപ്പൊ നിരീക്ഷകനും നിരീക്ഷിക്കപ്പെടുന്ന വ്യക്തിക്കും അറിയാം താൻ നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്ന്. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ എക്സാം ഹാളിൽ അധ്യാപകൻ കുട്ടികളെ നിരീക്ഷിക്കുന്നു. കുട്ടികൾക്കറിയാം അധ്യാപകൻ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന്. ഇതാണ് പ്രത്യക്ഷ നിരീക്ഷണം അഥവാ ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. പരോക്ഷ നിരീക്ഷണം, ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ. വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ് അറിയാതെ നിരീക്ഷിക്കുന്ന രീതിയാണ് പരോക്ഷ നിരീക്ഷണം എന്ന് പറയുന്നത്. നിരീക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് അറിയില്ല താൻ നിരീക്ഷിക്കപ്പെടുകയാണെന്ന്. കുട്ടികൾ അറിയാതെ അധ്യാപകൻ കുട്ടികളെ നിരീക്ഷിക്കുന്നത് ഇതിനൊരു എക്സാമ്പിളാണ്. പങ്കാളിത്ത നിരീക്ഷണം അല്ലെങ്കിൽ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. നിരീക്ഷകൻ കൂടി നിരീക്ഷണ വിധേയമാകുന്നവർക്കൊപ്പം നിന്ന് നിരീക്ഷിക്കുന്ന രീതിയാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് വർക്ക് കൊടുത്തിട്ട് അധ്യാപകൻ കുട്ടികളോട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറി കുട്ടികളെ ഒബ്സർവ് ചെയ്യുന്ന രീതിയാണ് ഈ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. പിന്നെ വരുന്നതാണ് പങ്കാളിത്ത രഹിത നിരീക്ഷണം, നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഗ്രൂപ്പ് വർക്ക് കൊടുത്തിട്ട് കുട്ടികളെ അധ്യാപകൻ നിരീക്ഷിക്കുന്നു. കുട്ടികൾക്കറിയാം തന്നെ നിരീക്ഷിക്കുന്നു എന്ന്. അതാണ് ഈ പങ്കാളിത്ത രഹിത നിരീക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച നിരീക്ഷണ രീതികൾ, ഒബ്സർവേഷൻ മെത്തേഡ് 4 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഡയറക്റ്റ് ഒബ്സർവേഷൻ, ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. പരീക്ഷണ രീതി, എക്സ്പെരിമെന്റൽ മെത്തേഡ്. ഏറ്റവും ശാസ്ത്രീയമായതും വസ്തുനിഷ്ഠമായതുമായ പഠന രീതിയാണ് ഈ പരീക്ഷണ രീതി എന്ന് പറയുന്നത്. ഇതിലൊരു ചോദക ചരവും എന്ന് പറയുമ്പോൾ സ്റ്റിമുലസ് വേരിയബിളും പ്രതികരണ ചരവും ഒരു റെസ്പോൺസിബിൾ വേരിയബിളും തമ്മിലുള്ള ബന്ധത്തെയാണ് കുറിക്കുന്നത്. ഈ പഠന രീതി ഇച്ചിരി കോസ്റ്റ്ലി ആണ്. ഇതിന് ഒരുപാട് ടൈം വേണം. ഈ എക്സ്പെരിമെന്റിന് വിധേയമാകുന്ന വ്യക്തിക്ക് പറയുന്നത് സ്വതന്ത്ര ചരം, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും ഇതിന്റെ പ്രതികരണത്തെ ആശ്രിത ചരം, ഡിപെൻഡന്റ് വേരിയബിൾ എന്നും പറയുന്നു. പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് വില്യം വൂണ്ടാണ്.
ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചത് വില്യം വൂണ്ടാണ്. 1879 ജർമ്മനിയിലെ ലിപ്സിംഗ് സർവകലാശാലയിലാണ്. ഇന്റർവ്യൂ, അഭിമുഖം. ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി രണ്ടോ അതിലധികമോ വ്യക്തികൾ മുഖാമുഖമായോ അല്ലാതെയോ നടത്തുന്ന സംഭാഷണമാണ് അഭിമുഖം. അഭിമുഖം രണ്ട് തരത്തിലുണ്ട്: സ്ട്രക്ചേർഡ് ഇന്റർവ്യൂവും അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇന്റർവ്യൂ വെൽ പ്ലാനഡ് ആയിരിക്കും, ചോദ്യങ്ങളൊക്കെ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുന്നു. ഇനി നോൺ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് യാദൃശ്ചികമായി ഇന്റർവ്യൂ ചെയ്യുന്നു, ചോദ്യം തയ്യാറാക്കാതെ സാഹചര്യത്തിനനുസരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്റർവ്യൂവിൻ്റെ ഒരു ഡീമെറിറ്റ്, ഷൈ ആയിട്ടുള്ള വ്യക്തികൾ ഉള്ളു തുറന്ന് സംസാരിക്കില്ല, ഹൈഡ് ചെയ്ത് വെക്കും കാര്യങ്ങൾ. സർവേ രീതി. ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവവിശേഷത്തെ പഠിക്കാൻ സഹായകരമാകുന്ന രീതിയാണ് സർവേ രീതി. ഈ പരീക്ഷണ രീതി പ്രായോഗികമല്ലാത്തിടത്ത് സർവേ രീതി തിരഞ്ഞെടുക്കാം. സർവേ രീതിയുടെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാന്ന് പറയാം. ആസൂത്രണം, സാമ്പിൾ തിരഞ്ഞെടുക്കൽ, വിവരശേഖരണം, വിവര വിശകലനം, നിഗമനങ്ങളിലെത്തൽ. ക്ലിനിക്കൽ മെത്തേഡ് അഥവാ ചികിത്സാ രീതി എന്നും പറയാറുണ്ട്. ഒറ്റപ്പെട്ടതും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തതയുള്ള വ്യവഹാരങ്ങളുള്ള വ്യക്തികളുണ്ടാവും. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെത്തുന്ന രീതിയാണ് ഈ ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ലെറ്റ്നർ വിറ്റ്മർ ആണ് ഈ പഠന രീതി കൊണ്ടുവന്നത്. ഇപ്പൊ നമ്മൾ ആ എടുക്കുന്ന വ്യക്തിയെ കേസ് എന്ന് പറയുന്നു, അതുകൊണ്ടാണ് കേസ് സ്റ്റഡി. ഈ ക്ലിനിക്കൽ മെത്തേഡിനെ കേസ് സ്റ്റഡി അഥവാ ഏക വ്യക്തി പഠനം എന്നും പറയാറുണ്ട്. ചെക്ക് ലിസ്റ്റ്. വ്യക്തിത്വ സവിശേഷതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലളിതമായി ശേഖരിക്കുന്നതിനുള്ള ഉപാധിയാണ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ സമയത്ത് ഒന്നിലധികം പേരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുന്നു. റേറ്റിംഗ് സ്കെയിൽ. ഒരു സാഹചര്യത്തെക്കുറിച്ചോ വസ്തുതയെക്കുറിച്ചോ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചോ ഉള്ള വിലയിരുത്തലിന്റെ പ്രകാശനമാണ് റേറ്റിംഗ് സ്കെയിലിലുള്ളത്. ചെക്ക് ലിസ്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് റേറ്റിംഗ് സ്കെയിലിൽ നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരത്തിന്റെ പ്രത്യേകതകൾ എത്ര അളവിലും തീവ്രതയിലും ഉണ്ടെന്ന് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നു. ചോദ്യാവലി. ദത്തശേഖരണത്തിന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഉപാധിയാണ് ചോദ്യാവലി. രണ്ട് തരം ചോദ്യാവലികളാണുള്ളത്: ക്ലോസ്ഡ് എൻഡഡ് ചോദ്യാവലിയും ഓപ്പൺ എൻഡഡ് ചോദ്യാവലിയും. അതിൽ ക്ലോസ്ഡ് എൻഡഡ് ചോദ്യാവലി എന്ന് പറയുന്നത് പ്രതികരിക്കുന്ന ആൾ നൽകിയിട്ടുള്ള ഓപ്ഷനുകളിൽ നിന്ന് ഇഷ്ടമുള്ള ഉത്തരം തിരഞ്ഞെടുക്കുന്ന ചോദ്യാവലിയാണ്. ഓപ്പൺ എൻഡഡ് ചോദ്യാവലി എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കാൻ ഉത്തരങ്ങൾ നൽകിയിട്ടില്ലാത്ത ചോദ്യാവലിയാണ്. പ്രതികരിക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ള ഉത്തരം നൽകാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.